എനിക്ക് ഈ ഷെയ്ഖ് അൽബലാദിയായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അലവലാദിയോ? അലബലാദി അല്ല, ഷെയ്ഖ് അൽബലാദീൻ. ഓക്കെ. സാധനം കിട്ടിയ ഡാ താലി എവിടെ? അല്ല ഓരോടെ ഇതുവരെ റെഡിയില്ല. വാതിലിൽ മുട്ടാം, ഇല്ലേ അവൻ അടുത്ത കറപ്പുണ്ടാക്കും. ശരിയാ. തുറക്ക. തമിഴത്ത് നല്ല മൊഞ്ചത്തിയായിട്ടുണ്ടല്ലോ. നിങ്ങളാ നല്ല മൊഞ്ചനും. ചടങ്ങിലേക്ക് കിടക്കാം അല്ലേ? രണ്ടുപേരും കയ്യും കന്നേ. ഇനി ഞാൻ சொன்ன மாதிரி சொன்னேன் ട്ടോ. கடவுள் சாட்சி, கடவுள் சாட்சி, இந்த നിമിഷം മുതൽ മരണം വരേക്കും ഞങ്ങൾ ഒന്നായി സ്നേഹത്തോടെ വാഴ്ന്നിടുவோம். അൽ നിക്കാഹ. ഇനി തലയിട്ടിക്കോളൂ. അല്ലാ, എന്റെ കണിയായി നിന്റെ മുഖമെൻ ചാരെ വേണം, എന്റെ വഴിയിൽ നിന്റെ ഹൃദയം കൂട്ടുവേണം. ഈ കൂട്ടിൽ ആരാരും കാണാതെ ഈ പൊൻതൂവൽ ചേലൊന്നും ചോരാതെ ഒന്നല്ലൊരായിരം കണ്ണോടെ കാത്തിടാം ജീവന്റെ ജീവനായ താമരക്കിളി. പൂങ്കാറ്റേ കണ്ടോ നീ, കണ്ടെങ്കിൽ മിണ്ടല്ലേ നീ, നാടാകെ ചുറ്റുമ്പോൾ ആരാരോടും നിങ്ങളിത് എവിടെയായിരുന്നു? ഞാനിന്നലെ എത്ര വട്ടം ട്രൈ ചെയ്തെന്നറിയോ മൊബൈലില്. വില്ലയിലാണെങ്കിൽ ബെല്ലടിച്ചിട്ടാരും തുറക്കണമില്ല. എന്താടാ കാര്യം? ഞാനൊന്ന് നാട്ടിൽ പോവാ. വൈഫിന് നല്ല സുഖമില്ല. പെട്ടെന്ന് എത്താൻ പറഞ്ഞ് ഫോൺ വന്നേക്കണ്. വൈഫിന് എന്തു പറ്റി? എന്തോ വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഭൂലോക പേടിത്തൊണ്ടിയാണ്. അപ്പൊ ഞാനടുത്തുണ്ടെങ്കിൽ ചെറിയൊരു ധൈര്യമായിരിക്കും. ഏതായാലും പോവല്ലേ, അപ്പൊ ഓക്കും പിള്ളേർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി യാത്രയില്ല. ആ കുമാറിനോടൊന്ന് പറഞ്ഞേക്ക്. ഓക്കെടാ, വന്നിട്ട് കാണാം. ശരിടാ. ഇക്കാ പോവാനട്ടാ. പാവം ഭാര്യ ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ച ബേജാറായിട്ട് പോണത്. സത്യവനറിഞ്ഞ ചങ്ക് പൊട്ടി മരിക്കും. എന്താ പ്രശ്നം? ആ മൂദേവി ഏതോ ഓട്ടോ ഡ്രൈവറെ കൂടെ ഒളിച്ചോടിപ്പോയിന്ന്. അയ്യോ, അപ്പൊ കുട്ടിയോള്? കാമം തലക്കി പിടിച്ച പിന്നെ എന്തു കുട്ടിയോള്? അവറ്റങ്ങളെ വീട്ടിലിട്ടിട്ടാ കാമുകന്റെ കൂടെ സുഖവാസത്തിന് പോയത്. ഈ മാതിരി തോന്നിവാസം കാണിക്കുന്ന പെണ്ണുങ്ങൾ അറിയുന്നില്ലല്ലോ ഇവിടത്തെ ഈ കൊടും ചൂടിലും തണുപ്പിലും ചോര നീരാക്കിയ ഇവർക്കൊക്കെ പറയുമ്പോ വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണെന്ന്. പന്നികള്. റംലത്തിനെ ഒന്ന് വിളിക്കട്ടെ.
വീടിന്റെ മുമ്പിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡാണേ. ഒന്ന് ചുമ്മാ ഇരിക്കും മനുഷ്യ. ആ ഹലോ, നിങ്ങളെ പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ട്, വേഗം വന്ന് വാങ്ങിച്ചോളി. ആഹാ. ബാക്കി കാശുമായിട്ട് നാളെ ഇവിടെ എത്തിക്കോളി. ആ ശരി, ഓക്കെ. ഓക്കെ. ഇബ്രാഹിം ചേ, പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ടോ? ആണോ? ആ, ബാക്കി പൈസയായിട്ട് നാളെ ചെല്ലാൻ പറഞ്ഞിരിക്കുക. നാളെയോ? ലാസ്റ്റ് ചെക്കപ്പിൽ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മുതൽ ആകപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഇനി ബാക്കി പൈസ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോഴാ. ബ്ലേഡ് ഇരിക്കല്ലേ, തലവയ്ക്കാം. എന്റെ സലിമിക്ക, പോലീസും ബഹളമൊക്കെ നോക്കാം. പടച്ചോനെ, കലാകാരനെ പോലീസ് അംഗീകരിച്ചു. സലിമിക്ക, ഇനി എന്ത് ചെയ്യും? വേഗം വണ്ടി എടുക്ക. അല്ല, പാസ്പോർട്ട് അവനെങ്ങാനും നമ്മളെ കണ്ട കുഴപ്പമാണ്. വണ്ടി എടുക്ക. എടാ വണ്ടി എടുക്ക. അൽഹംദുലില്ലാഹ്. എടാ ഒന്ന് വേഗം വണ്ടി എടുക്കാൻ. ഇച്ചായ, ഇവര് പറഞ്ഞത്ര എളുപ്പമല്ല കാര്യങ്ങള്. ഡെലിവറി ഡേറ്റ് ആവാൻ ഇനി വളരെ നിസ്സാര ദിവസേ ബാക്കിയുള്ളൂ. ആ സമയത്ത് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു എന്ന് വിചാരിക്ക്. ചിലപ്പോ സിസേറിയൻ വേണ്ടിവരും. നമ്മൾ എന്ത് ചെയ്യും? എവിടെ കൊണ്ടുപോകും? എടി, അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അതിന് ഹോസ്പിറ്റൽ എന്റെ സ്വന്തമൊന്നും അല്ലല്ലോ. ഏത് ഹോസ്പിറ്റലിൽ പോയാലും പാസ്പോർട്ടും വിസയും ഒക്കെ ചോദിക്കും. ഡെലിവറി കേസായതുകൊണ്ട് ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസും കൊടുക്കേണ്ടി വരും. പോരാത്തതിന് ഇവളാണെങ്കിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയും. അല്ല ഡോക്ടർ, വിവരക്കേടാണെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ അതിനൊരു സൗകര്യം ചെയ്തു തന്ന ആൾക്കാരറിയാതെ ഡെലിവറി നടത്താൻ പറ്റുമോ? സലീമ, ഇത് പഴയ കാലമൊന്നുമല്ല വീട്ടിൽ പോയി പേരെടുക്കാൻ. ഞാൻ വൈറ്റാട്ടിയും അല്ല. വാ. ഡോക്ടറുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഡോക്ടറുടെ പേര് ഞങ്ങൾ അതിലേക്ക് വലിച്ചഴക്കില്ല. ഇവളുടെ വയറ്റ് വളരുന്ന കുഞ്ഞാണ് സത്യം. ഞങ്ങളെ സഹായിക്കണം പ്ലീസ്, പ്ലീസ്.